അന്നും ചെയ്തതെന്ന് വെച്ചാൽ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ മാക്സിമം അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കും. ഇപ്പം എക്സാമ്പിളായിട്ട് വന്നാൽ ഇപ്പോൾ ഒരാൾ ബിരിയാണി കഴിക്കാൻ വന്നു, അപ്പോൾ ചോദിക്കും ബിരിയാണി കഴിക്കുമ്പോൾ ഓറഞ്ച് ജ്യൂസ് വേണം ഗ്രേപ്പ് ജ്യൂസ് വേണമെന്ന് ചോദിക്കുള്ളൂ. ജ്യൂസ് വേണമെന്നല്ല ചോദിക്കില്ല, ഇല്ല ഏതാ വേണമെന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് ചോദിക്കും വൈഫ് ഇല്ലല്ലേ, വൈഫിനോട് പാർസൽ വേണ്ടേ. അപ്പോൾ ആ രീതിയിൽ തന്നെ അന്നും ഒരു ബിസിനസ് സ്കിൽ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. പക്ഷെ ഇവർക്ക് ഇങ്ങനെ പറയും മേക്ക് മണി ആൻഡ് സ്പെൻഡ് മണി, ഇത് രണ്ടും എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു സാധനമുണ്ട്, ഇൻവെസ്റ്റ്മെന്റ്. ഞാനെന്താ ചോദിക്കാൻ വന്നത്, കാരണം ഇപ്പൊ ഈ ചന്ദനം എന്ന് പറയുന്നത് തൊടാൻ പാടില്ല, മുറിക്കാൻ പാടില്ല, മുറിച്ച് വിൽക്കാൻ പാടില്ല, മുറിച്ച് വിറ്റാൽ കേസാകുമെന്നൊക്കെ ധാരണയുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഈ ചന്ദന കൃഷി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചന്ദനമരം നട്ട് അത് വളർത്തി വലുതാക്കി വെട്ടി വിറ്റാ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആൾക്കാർ ഫ്രോഡായിട്ടല്ലേ ചിന്തിക്കുള്ളൂ. അതായത് ഇത് മുറിക്കാൻ പാടില്ല വിൽക്കാൻ പാടില്ല പറഞ്ഞത് സത്യം തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രതി വർഷം ഇന്ത്യയിൽ 2000 ടൺ ചന്ദനത്തിന്റെ ആവശ്യകതയുണ്ട്. നമ്മളെപ്പോഴും വലിയ കുളത്തിലെ ചെറിയ മീനാവാൻ ശ്രമിക്കുന്നത്, ചെറിയ കുളത്തിലെ വലിയ മീൻ. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്ന വ്യക്തിനെ എല്ലാവർക്കും തന്നെ പരിചയമുണ്ടാകും. കാരണം ഇന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യുന്ന ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണറാണ്. മലയാളികൾക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. മലയാളികൾക്ക് എപ്പോഴും ഇഷ്ടം ജ്വല്ലറിയിലും സ്ഥലത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും. പക്ഷെ ഇതിൽ നിന്നൊക്കെ റിട്ടേൺ വരുന്നത് എത്രത്തോളമാണെന്ന് നമ്മൾ സംശയിക്കാറുണ്ട്. ഇതിൽ നമ്മൾ എങ്ങനെ വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, നമ്മുടെ ഫണ്ട് നമുക്ക് മന്ത്ലി ഒരു ഇൻകം കിട്ടുന്ന രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ നമ്മൾ എവിടെയും ഇടാത്ത കുറച്ച് കാശ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മന്ത്ലി ഒരു ഇൻകത്തിലൂടെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നൊക്കെ ഒരു ബിസിനസ് മോഡലായിട്ട് ചെയ്യുകയും അത് സക്സസ്ഫുൾ ആക്കുകയും ചെയ്ത ഒരു അടിപൊളി ഓൺട്രപ്രണർ നിഷാദ് അബൂബക്കർ. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആകും, നിഷാദ് ജസ്പെയ്ഡ്. സ്വാഗതം സാർ സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക്. വളരെയധികം സന്തോഷമുണ്ട്. സാറിന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ പല പ്ലാറ്റ്ഫോമുകളിലും കണ്ടിട്ടുണ്ട്. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സാറ് സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഇന്ന് വയനാട് അറിയപ്പെടുന്നത് തന്നെ ആ ഒരു പേരിലാണ്, നമുക്ക് പാർക്കാം ചന്ദനത്തോപ്പുകൾ. അത് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലായിരുന്നു. ഡിഫറെൻ്റ് ആയിട്ട് കേരളത്തിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പോർട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അതിലേക്കൊക്കെ കിടക്കുന്നതിന് മുന്നേ എനിക്ക് സാറിന് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എവിടെയാണ് സാറിന്റെ സ്വദേശം? സ്വദേശം തൃശ്ശൂർ ജില്ല കൊടുങ്ങല്ലൂരാണ് ജനിച്ചതും വളർന്നെല്ലാം തന്നെ. ഓക്കെ. പേരൻസ് ഒക്കെ എന്ത് ചെയ്യായിരുന്നു? ഫാദർ ഓൾറെഡി റെസ്റ്റോറന്റ് ബിസിനസ് ആണ് ഓൾറെഡി. പിന്നെ മദർ ഹൗസ് വൈഫാണ്. അങ്ങനെ ഒരു മോനാണോ? ഞങ്ങള് രണ്ടാൺകുട്ടികളാണ്. അനിയനുണ്ട്. ഓക്കെ. അപ്പം എന്തായിരുന്നു വിദ്യാഭ്യാസം? ഡിഗ്രി കഴിഞ്ഞ് നേരെ വാപ്പച്ചിയുടെ കടയിലെ ക്യാഷ് കൗണ്ടറിലേക്ക് കയറിയോ? ഇല്ല, ക്യാഷ് കൗണ്ടറിലേക്കല്ല കയറിയത്. അവിടുത്തെ വെയിറ്റർ ആയിട്ടാണ് ആദ്യമായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെയിറ്റർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്തൊരു സ്വന്തം ഒരു സ്ഥാപനം ഉണ്ടായിട്ട് അവിടെ ഒരു വെയിറ്റർ എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് കയറുന്നത്? അതായത് ഫാദർ നേരത്തെ പറഞ്ഞു, ആദ്യം ക്യാഷ് കൗണ്ടറിൽ കയറിയിരുന്നാൽ തന്നെ ഒന്നും പഠിക്കാൻ പറ്റില്ല, ആദ്യം എംപ്ലോയീസിൻ്റെ കൂടെ നിന്ന് പഠിക്കാൻ പറഞ്ഞു. മാത്രമല്ല 2 കൊല്ലം ഒരു എംപ്ലോയിയെ പോലെ തന്നെ എനിക്ക് ഡെയിലി 50 രൂപ ഇരുന്ന് കൂലി. ഡെയിലി 50 രൂപ? അത് മാസം 1500. അത് 97 അപ്പോൾ ആ സമയത്ത് 50 രൂപ എന്ന് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് അധ്വാനിച്ച് കിട്ടുന്ന പൈസയാണ്. അത് ഭയങ്കര വാല്യൂ വരുന്നത് അതിനും. അപ്പോൾ അതുമായിട്ടൊരു തുടക്കം 2 വർഷത്തോളം. എനിക്ക് തോന്നുന്നു 6 മണിക്ക് കയറണം, 9:30 വരെ ഒരേ അത്ര തിരക്കുള്ള റെസ്റ്റോറന്റ്. രാവിലെ 6 മണി മുതൽ രാത്രി 9:00 വരെ ഇതിനുള്ളിലാണ്. 50 രൂപയും കിട്ടും. 50 രൂപയും കിട്ടും. ഓക്കെ. 1500 മന്തിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഭക്ഷണം നമ്മുടെ ഹോട്ടലിൽ നിന്ന് തന്നെ. അപ്പൊ ഈ 2 വർഷങ്ങൾക്ക് ശേഷം എന്നാ ചെയ്തു? അവിടെ നിന്ന് ഇറങ്ങിയോ, അവിടെ കണ്ടിന്യൂ ചെയ്തോ, അതോ വാപ്പച്ചി ക്യാഷ് കൗണ്ടർ ഏൽപ്പിച്ചോ? ഈ 2 വർഷം കഴിഞ്ഞപ്പോൾ തോന്നി എന്തുകൊണ്ട് സ്വന്തമായിട്ട് തുടങ്ങിക്കൂടാ. കാരണം വെച്ചാല് ഒരു റെസ്റ്റോറൻറ്റിലത്തെ എല്ലാ കാര്യങ്ങളും പഠിച്ചു. പഠിച്ചപ്പോൾ എന്തുകൊണ്ട് ഒന്ന് വേറെ തുടങ്ങിക്കൂടാന്നുള്ള രീതിയിൽ വാപ്പയോട് ചോദിച്ചു, ഞാൻ തുടങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഈ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് കുറച്ച് ദൂരേക്ക് മാറിയിട്ട് തന്നെ വേറെ കൂടെ സ്റ്റാർട്ട് ചെയ്തു. സെയിം ബ്രാൻഡ് നെയിമിലാണോ? സെയിം ബ്രാൻഡ് നെയിം. എന്തായിരുന്നു ബ്രാൻഡ് നെയിം? അന്ന് തുടങ്ങിയത് ഖലീജ് എന്ന പേരിലാണ് തുടങ്ങിയത് ഫാദർ. ഞാൻ തുടങ്ങിയത് സിൽവർ സ്പൂൺ എന്ന് പറഞ്ഞ പേരിലാണ്. സിൽവർ സ്പൂൺ. അതെ. അപ്പൊ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് വാപ്പച്ചി തന്നോ, അതോ കയ്യില് ഈ 2 വർഷത്തെ സേവിങ്സ് ഉണ്ടായിരുന്നോ? കുറച്ച് കയ്യിലുണ്ടായിരുന്നു. പിന്നെ വാപ്പടുന്ന് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. കടമായിട്ട് മേടിച്ചതാണോ, അത് തിരിച്ചു കൊടുത്തു. എത്ര നാൾ കൊണ്ട് തിരിച്ചു കൊടുത്തു? ഇതൊന്ന് നിയറസ്റ്റ് ഒരു 1.5 വർഷം കൊണ്ട് അത് തിരിച്ചു കൊടുക്കാൻ പറ്റി. 1.5 വർഷം കൊണ്ട് ഫണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റി. അപ്പൊ ആ ബിസിനസ് സക്സസ്ഫുൾ ആയിരുന്നു. നമ്മൾ 2 വർഷം പഠിച്ചത് വെറുതെ ആയില്ല. ഇല്ല, അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ
അന്നും ചെയ്തതെന്ന് വെച്ചാൽ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ മാക്സിമം അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കും. ഇപ്പം എക്സാമ്പിളായിട്ട് വന്നാൽ ഇപ്പോൾ ഒരാൾ ബിരിയാണി കഴിക്കാൻ വന്നു, അപ്പോൾ ചോദിക്കും ബിരിയാണി കഴിക്കുമ്പോൾ ഓറഞ്ച് ജ്യൂസ് വേണം ഗ്രേപ്പ് ജ്യൂസ് വേണമെന്ന് ചോദിക്കുള്ളൂ. ജ്യൂസ് വേണമെന്നല്ല ചോദിക്കില്ല, ഇല്ല ഏതാ വേണമെന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് ചോദിക്കും വൈഫ് ഇല്ലല്ലേ, വൈഫിനും കൂടെ പാർസൽ വേണ്ടേ. അപ്പോൾ ആ രീതിയിൽ തന്നെ അന്നും ഒരു ബിസിനസ് സ്കിൽ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. അങ്ങനെ ഇപ്പൊ തോന്നുന്നുണ്ടാ ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരുന്ന റീതിങ്ക് ചെയ്യുമ്പോ നമ്മൾ അന്നേ പുലിയായിരുന്നു ഇപ്പഴേ തോന്നുന്നു. അതന്നെ കറക്റ്റ്. അന്ന് പിന്നെ ബിസിനസ് കൂട്ടാന്നുള്ളത് ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നത് മനസ്സിലായത് ഒരു ഏറ്റവും നല്ല സ്കില്ലാണെന്ന് മനസ്സിലായി. ഇപ്പൊ ഈ വാപ്പച്ചി സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് നടത്തുകയാണ്, നമ്മളൊക്കെ ഒരു 19ാമത്തെ വയസ്സിൽ ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ്, നീ പോയി തുടങ്ങിക്കോളാൻ പറഞ്ഞ ധൈര്യമായിട്ട് കുറച്ച് പൈസയും തരികയാണ്. വാപ്പച്ചി എന്ത് ഉപദേശമാണ് കൂടെ തന്നെ? ഒറ്റ ഉപദേശം തന്നുള്ളൂ, ഒരു കാരണവശാലും നീ ഒന്നും ചെയ്യരുത്. അവിടെ നീ ഒന്നും ചെയ്യരുത്, ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ഡെലിഗേറ്റ് ചെയ്യുക. യെസ്, കാരണം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നീ ഒറ്റ റെസ്റ്റോറൻറ്റ് ലോക്കാവും. ചെയ്യിപ്പിക്കാൻ പോയാലോ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു ഉപദേശമായിരുന്നു. അതിനുശേഷം തന്നെ ഇന്നവരെ സത്യം പറഞ്ഞ ഒരു പണി എടുത്തിട്ടില്ല. അതെനിക്ക് ഇഷ്ടമായി, ഒരു പണി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ആകെ 2 കൊല്ലം മാത്രമേ ജോലി ചെയ്തുള്ളൂ. പിന്നെ ഇതിന് ശേഷം ജോലി എന്ന് പറഞ്ഞതില്ല. ഇപ്പൊ എന്താ പറയാ, ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഒരു എന്റർടൈൻമെന്റ് പോലെ ചെയ്യണം, ജോലിയായിട്ടല്ല ചെയ്യണം. ജോലിയായിട്ട് ചെയ്താൽ ചിലപ്പോൾ മടുത്തു പോയേക്കാം. അതെ. അപ്പൊ ഞങ്ങൾ പഠിച്ചെങ്കിൽ തന്നെ ബിസിനസ് ലൈക്ക് ആസ് എ ഗെയിം എന്ന് പറയാം. ഒരു ഗെയിം പോലെ തന്നെ നമ്മളത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വാപ്പച്ചി പറഞ്ഞ ഉപദേശം, നീ ഇനി പണി എടുക്കരുത്, പണി എടുപ്പിക്കാനേ പാടുള്ളൂ എന്ന് പറഞ്ഞ് തന്ന ഒരു ഉപദേശത്തിൽ ഒരു റെസ്റ്റോറൻറ്റിൽ തുടങ്ങി. എത്ര റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു? 14 റെസ്റ്റോറൻറ്റ്. 14 റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഫസ്റ്റ് കൊടുങ്ങല്ലൂരാണ് തുടങ്ങുന്നത്. അടുത്ത എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്തത്? കൊടുങ്ങല്ലൂരിൽ നിന്ന് നേരെ കൊടുങ്ങല്ലൂർ തന്നെ തൊട്ടപ്പുറത്ത് ഒന്നുകൂടെ തുടങ്ങി, രണ്ടാമത്തെ. പിന്നെ നേരെ തൃശ്ശൂർ ടൗണിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ചാലക്കുടി, എറണാകുളം, അങ്ങനെ ടോട്ടല് 14 റെസ്റ്റോറൻറ്റുകളും. 14 റെസ്റ്റോറൻറ്റ് എല്ലാം ഈ ഒരു ചാലക്കുടി, കൊടുങ്ങല്ലൂർ, എറണാകുളം, കോഴിക്കോട് ആ ഒരു മേഖലയിലാണ്. ഈ 19 വയസ്സിലെ ബിസിനസ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് എന്താ മേടിച്ചേ? ആദ്യം വീട്ടിലൊരു അംബാസഡർ കാർ ഉണ്ടായിരുന്നു. കാരണം വാപ്പയ്ക്ക് ഉണ്ടായിരുന്ന കാറാണ്. അങ്ങനെ 19ാമത്തെ വയസ്സിലാണ് മാരുതി 800 വാങ്ങുന്നത്. ഓക്കെ, നമ്മുടെ ഹോട്ടലിൽ നിന്ന് പൈസ ഉണ്ടാക്കി? അതെ. ആദ്യമായിട്ട് സ്വന്തമായിട്ട് വാങ്ങിയത് തന്നെയുണ്ട് മാരുതി 800. പിന്നെ അതിനുശേഷം തോന്നി, അവിടെ കണ്ണൂരാണെന്ന് ഞാൻ താമസിച്ച റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ജീപ്പിനോടൊരു ഹരം തോന്നുകയാണ്. അങ്ങനെ ജീപ്പ് മേടിക്കണം. അങ്ങനെ ജീപ്പുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ രാവണപ്രഭു സിനിമ വരുന്നത്. അപ്പോൾ ഈ രാവണപ്രഭു സിനിമയിൽ മോഹൻലാലിനെ ഫസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ കാണിക്കുന്നത് സവാരിഗിരി എന്ന് പറഞ്ഞിട്ട് ഒരു പജീറോ ഡോറ്, ഇടത്തേക്കാരുടെ ഡോറ് അടച്ചിട്ട് കാലുകൊണ്ട് അടയ്ക്കും. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഹരം തോന്നി. അങ്ങനെയാണ് പജീറോ പഠിക്കാനുള്ള പൈസ അന്നില്ല കേട്ടോ. അങ്ങനെ അന്ന് ഒരു സ്കോർപിയോ എന്ന് ഇറങ്ങിയ സമയം 2000 ആ കാലഘട്ടമാണ്. അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു സ്കോർപിയോ മേടിക്കുന്നു, ഒരു ബ്ലൂ കളർ സ്കോർപിയോ മേടിച്ചിട്ട് ഈ പജീറോയുടെ പോലെ അങ്ങോട്ട് മാറ്റം വരുത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ സ്റ്റെപ്പിനൊക്കെ ബാക്കിൽ വെച്ച് അങ്ങനെ വേണം. അങ്ങനെ മുന്നോട്ട് പോകുന്നു. 2005 വന്നപ്പോൾ അതും കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് റെഡ് കളർ വണ്ടി വന്നു. ഒരു സ്കോർപിയോ തന്നെ നല്ല ചുവപ്പാണ്. അപ്പം അത് സുരേഷ് ഗോപിയൊക്കെ ഒരു സിനിമയിലേക്കൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ആ സിനിമയിൽ 2 സിനിമയിലേക്ക് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിട്ടാണ് 2009 ബെൻസ് കാർ മേടിക്കുന്നത്. അങ്ങനെ നമ്മൾ 19ാമത്തെ വയസ്സിൽ മാരുതി 800 തുടങ്ങി. അതെ. എത്രാമത്തെ വയസ്സൊക്കെ ആയപ്പോഴേക്കും ബെൻസിലേക്ക് എത്തി? എനിക്ക് തോന്നുന്നു 2008 എന്ന് പറയുമ്പോൾ ഒരു 30 വയസ്സായിട്ടുണ്ടാവും. 30 വയസ്സായപ്പോഴേക്കും ബെൻസ് വാങ്ങി. അതെ. പിന്നെ അവിടെ നിന്ന് 2010 അവിടെ ഒരു ചെറിയൊരു ഏത് ബിസിനസ്സുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ 2010 വീണു. അന്ന് വീണപ്പോൾ ബെൻസ് കാറൊക്കെ വിറ്റുണ്ടാവും. കാരണം ബെൻസ് കാറുള്ളപ്പോൾ തന്നെ ഞാൻ പുതിയ പജീറോ ബുക്ക് ചെയ്തു, പുതിയ നമ്പർ ലേലത്തിൽ പിടിച്ചു. പക്ഷേ നമ്പർ കിട്ടാൻ വണ്ടി എടുക്കാൻ പറ്റിയില്ല സമയത്ത്. 2010 മൊത്തം ചെറിയ പ്രശ്നത്തിലേക്ക് വന്നു. അങ്ങനെ അവിടെ നിന്ന് ഏകദേശം ഒരു 2 വർഷത്തോളം നല്ല സ്ട്രഗിളിങ് ആയിരുന്നു. 11 പേരെയും കൊണ്ട് തുടങ്ങിയ കളിയാണ്. എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒരു ഫോർച്യൂണർ കാർ എടുക്കണം. അന്ന് എനിക്ക് 2 കൊല്ലം 29,50,000 കൊടുത്തത് റെഡി. അന്ന് ഫോർച്യൂണർ എടുക്കണം. ഫോർച്യൂണറിലേക്ക് എത്തി. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകുന്നു. പിന്നെ ഒരു 8 വർഷം ഈ പറഞ്ഞ സൈലന്റ് ആയിട്ട് ഫോർച്യൂണറിൽ തന്നെ പോയി. അതിനുശേഷമാണ് 2020 ജസ്പേഡ് തുടങ്ങുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് BMW, Audi Q7 അങ്ങനെ പതുക്കെ അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഒരു ഡിഫൻഡർ, നിങ്ങൾക്ക് ചോദിച്ച പോലെ തന്നെ ഡിഫൻഡർ കാർ എടുക്കുന്നു. ഒരു വലിയ ഡ്രീമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ സേഫ്റ്റി നോക്കണം എന്ന് പറയും. ആൾക്കാരെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികളൊക്കെ എടുക്കുന്നത് ആർഭാടം കാണിക്കാനാണ്. ഒരിക്കലും അല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വയനാടേക്ക് ഇപ്പം
ആഴ്ചയിൽ ഒരു ദിവസം പോകുമ്പോൾ എൻ്റെ സേഫ്റ്റി ഒന്ന് നോക്കണ്ടേ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ വണ്ടിക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അത്രയും ഉറപ്പതിന്. അപ്പോൾ ഇതൊക്കെ അത്രയും വലിയ രീതിയിലുള്ള ഒരു ആക്സിഡന്റ് നടന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സേഫ്റ്റി ഫീച്ചർ കണ്ടുകൊണ്ടാണ് വണ്ടി എടുത്തതും എന്താ പറയുക അതൊരു ബ്രാൻഡായിട്ട് മാറിയെന്നുള്ളത്. അതായത് നമ്മൾ 19ാമത്തെ വയസ്സിലൊരു മാരുതി 800 തുടങ്ങി, ഇന്ന് 25 വർഷങ്ങൾക്ക് ഇപ്പുറം നിൽക്കുമ്പോൾ പല പല വണ്ടികൾ കയ്യിലൂടെ വന്നിറങ്ങിപ്പോയി. ടോപ്പിൽ നിന്ന് നമ്മൾ വീണ്ടും താഴേക്ക് വന്നു, വീണ്ടും നമ്മൾ ഒരു റീവാമ്പ് ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിഫൻഡറിലെത്തി നിൽക്കുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഒരു അന്നം കൊടുത്ത ഒരു സ്ഥാപനമാണ് സിൽവർ സ്പൂൺ. എത്ര എംപ്ലോയീസിലാണ് നമ്മൾ എത്തി നിന്നത്? ടോട്ടൽ ഈ കൊറോണ സമയത്താണ് ഞാൻ മൊത്തത്തിലൊരു എന്താ പറയുക സമയം എല്ലാവർക്കും അറിയാലോ 360 അന്ന് 360 സ്റ്റാഫ് ഉണ്ടായിരുന്നു. 360 സ്റ്റാഫ് ഉണ്ടായിരുന്നു നമ്മുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമായിട്ട്. അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് വരുന്നത് അല്ലേ? അവിടെ നിന്നാണ് ലൈഫിൽ ഇപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ വന്നിരിക്കുന്ന പലരും പറയാറുണ്ട് കോവിഡ് വന്നപ്പോൾ താഴെ പോയി, കോവിഡ് വന്നപ്പോഴാണ് ഉയർന്നത്, കോവിഡിനെ ഓപ്പർച്യൂണിറ്റി ആക്കി. നിഷാദിക്കാടെ സ്റ്റോറിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോവിഡിൽ ഒരു സ്ഥലത്ത് കുറേ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുകയും ഇപ്പറ സൈഡിൽ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുകയും ചെയ്തു. ലൈഫിന്റെ ഒരു സ്പാർക്ക് കോവിഡ് ആയിരുന്നു. എന്തായിരുന്നു ആ ഒരു സ്പാർക്ക്? എന്തായാലും ചോദിച്ച സമയത്ത് ഞാൻ കോവിഡ് എന്ന് പറയുന്ന ആ ഒരു വൈറസിന് നന്ദി പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ആണല്ലോ എപ്പോഴും. അപ്പോൾ ഇപ്പോഴും അത് തന്നെയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രോത്തിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ ഗ്രോത്ത് എന്ന് വെച്ചാൽ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയും. കാരണം അന്ന് പൈസ ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഈ പണത്തെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ട് വീണ്ടും പണം ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. കാരണം എൻ്റെ എനർജിയും എൻ്റെ സമയവും കൊടുക്കുമ്പോൾ പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ അത് കൊടുക്കാതെ വരുമ്പോൾ അത് കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് ഉള്ള ആളുകൾക്ക് മെയിൻ പ്രോബ്ലം തന്നെയാണ് പൈസ വലത്തേക്ക് വേണ്ടി വാങ്ങാനും അറിയാം, അത് ചിലവാക്കാനും അറിയാം. പക്ഷെ ഇവർക്ക് ഇങ്ങനെ പറയും മേക്ക് മണി ആൻഡ് സ്പെൻഡ് മണി, ഇത് രണ്ടും എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിൻ്റെ ഇടയിലൊരു സാധനമുണ്ട്, ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇങ്ങനെ പറയും നമ്മൾ ഉണ്ടാക്കിയ പൈസ ഒരു കാരണവശാലും ചിലവാക്കാനുള്ളതല്ല, നമ്മൾ ഉണ്ടാക്കിയ പൈസ എന്തിനുള്ളതാ? അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം ചോദിക്കും അപ്പം ഞങ്ങൾക്ക് ചിലവ് വേണ്ടേ? ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റിൽ നിന്ന് വേണം ചിലവാക്കാൻ. അപ്പം എന്തിടും? അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ഓൾറെഡി എവിടെ എഴുതും? ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകും. അപ്പം എന്തേ ഉണ്ടാക്കുന്ന പൈസ ഇൻവെസ്റ്റ്മെന്റ് സേഫായി എടുക്കുകയും ചെയ്യും, ആ കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് ചിലവാക്കി പോവുകയും ചെയ്യും. അങ്ങനെ സമ്പന്നാവാൻ പറ്റും. അപ്പം ഞാൻ 20-21 കൊല്ലം കൊണ്ട് സമ്പന്നായില്ല. അപ്പം എനിക്ക് അവിടെ തെറ്റ് പറ്റിയത് അതായിരുന്നു. അപ്പം അതിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ്. എനിക്ക് തോന്നുന്നു മിക്ക ആളുകൾക്ക് അറിയാത്തൊരു കാര്യം കൂടിയിട്ടാണ് 3 കാര്യങ്ങളാണ് പറയണത്. 1, ഹൗ ടു മേക്ക് മോർ മണി. 2, ഹൗ ടു മൾട്ടിപ്ലൈ മണി. 3, ഹൗ ടു മാനേജ് മണി. അതായത് എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ എന്തറിയില്ല? ഹൗ ടു മേക്ക് മോർ മണി, കൂടുതൽ പണം ഉണ്ടാക്കാൻ അറിയില്ല. 2, ഈ വന്ന പൈസയെ മാനേജ് ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. കാരണം ഇപ്പോൾ പറയാറുണ്ട് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ 5 ബക്കറ്റിലാക്കി സൂക്ഷിക്കണം. 5 ബക്കറ്റ് എന്ന് പറയുമ്പോൾ 5 അക്കൗണ്ടാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ 1 ലക്ഷം രൂപ നമുക്ക് ഇൻകം ഉണ്ട്. ഈ കിട്ടുന്ന 1 ലക്ഷം രൂപയിൽ നിന്ന് 60% 60,000 രൂപ നമ്മൾ മാറ്റി വെക്കേണ്ടത് നമ്മളുടെ ദിവസേനയുള്ള, അതായത് എന്താ പറയുക, മിൽക്ക്, പിന്നെ ഗ്രോസറി, കുട്ടികളുടെ ഫീസ്, അതിലേക്കാണ് മാറ്റി വെക്കേണ്ടത്. പിന്നെ ഒരു 10% മാറ്റി വെക്കേണ്ടത് എമർജൻസി ബക്കറ്റ് എന്ന് പറയും. അതായത് നാളെ നമുക്ക് ആർക്കും ഹോസ്പിറ്റലൊക്കെ വന്നാൽ അതിന് വേണ്ടിയാണ് എമർജൻസി ബക്കറ്റ്. പിന്നെ 3ാമത്തെ ഒരു ബക്കറ്റ് ഉണ്ട്, അതാണ് ഇൻവെസ്റ്റ്മെന്റ് ബക്കറ്റ്. അതായത് 10% നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഈ 10 അതിൽ നിന്ന് 10,000 രൂപ അങ്ങനെ പോയി. പിന്നെ ഒരു 10% ആണ് പഠിക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്ന് നമുക്ക് ഇങ്ങനെ പറയും. നമുക്കിപ്പോൾ 1 lakh സാലറി ഉണ്ട്, അങ്ങനെ 1 lakh ഇൻകം ഉണ്ട്. ഇത് അടുത്ത മാസം 1,10,000 ആക്കണമെങ്കിൽ പഠിക്കണം. അപ്പം എന്ത് ചെയ്യണം? ഒരു 10,000 റുപ്പീസ് 10% നമ്മൾ കിട്ടുന്ന പൈസ പഠിക്കാൻ വേണ്ടി. അവസാനത്തെ പറയുന്ന ഫൺ ബക്കറ്റ് എന്ന് പറയും. ഇത് സിനിമ കാണാനും ഡ്രസ്സ് എടുക്കാനൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന പണം മാനേജ് മിക്കവർക്ക് അറിയില്ല. നെക്സ്റ്റ് ആണ് ഹൗ ടു മൾട്ടിപ്ലൈ. വന്ന പൈസ ഇരട്ടിപ്പിക്കാൻ അറിയില്ല. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പണം ഉണ്ടാക്കുക, ഈ പണം ഉണ്ടാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പണവും പണിയെടുക്കും, നമ്മളും പണിയെടുക്കും. അപ്പം 2 ഇൻക്വൈ. ഓക്കെ, പക്ഷെ ആൾക്കാർക്ക് എന്തറിയുള്ളൂ? പണം ഉണ്ടാക്കാൻ അറിയുള്ളൂ, പണത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അറിയില്ല. അതൊരു വലിയൊരു അപ്പം തോന്നി. കോവിഡ് വന്നപ്പോൾ കുറെ നാൾ വീട്ടിൽ വെറുതെ ഇരുന്നു, അല്ലാത്തപ്പോൾ വെറുതെ ഓട്ടണം അല്ലെ, എന്താ പറയാ, നിലം തൊടാത്ത ഓട്ടമായിരുന്നു. കോവിഡ് വന്ന് വീട്ടിൽ നിന്നപ്പോഴാണ് ഒന്ന് റീതിങ്ക് ചെയ്തത്. എവിടേക്കോ ജീവിതത്തിൽ പാളിച്ചകൾ പറ്റിയല്ലോ. അപ്പോൾ അത് ആലോചിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു പ്രശ്നം തന്നെയാണ്.
ഫണ്ട് ഉണ്ടാക്കി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. കുറച്ച് സ്ഥലമൊക്കെ മേടിച്ചിട്ടു, പക്ഷെ ആ സ്ഥലത്തിൽ നിന്ന് വലിയ റിട്ടേൺ ഒന്നും കിട്ടിയിരുന്നില്ല. ചുമ്മാ കുറെ സ്ഥലം മേടിച്ചതല്ലാണ്ട്. ലാൻഡ് ബാങ്ക് ഉണ്ട്. അതെ. പക്ഷെ അതിൽ നിന്ന് എന്താ പറയാ, ഇൻകം ജനറേറ്റിംഗ് അസറ്റ് എന്ന് പറയും. അസറ്റ് ഉണ്ട്, പക്ഷെ എന്തല്ല ഇൻകം ജനറേറ്റ്. കുറെ തെങ്ങും കുറെ പ്ലാവൊക്കെ ഉണ്ടെന്നല്ലാണ്ട് വലിയ പ്രത്യേകിച്ച് അതിൽ നിന്ന് വലിയ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നില്ല. ഈ കോവിഡിന്റെ സമയത്താണ് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത്. അതെ. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ നിന്ന് എന്ത് അടുത്ത ഇൻകം ജനറേറ്റ് ചെയ്യാനും ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അപ്പൊ നമ്മൾ തിരിച്ചറിഞ്ഞു. തിരിച്ചറിവിന്റെ പുറത്ത് നമ്മൾ എന്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു? പക്ഷെ തിരിച്ചറിവിന്റെ പുറത്തും വീണ്ടും ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, അന്ന് കോവിഡ് സമയത്ത് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇത് തോന്നുന്നു 29,000 കോടി കണ്ട് ഒരു ഒറ്റ ദിവസം കണ്ട് സെയിൽ നടത്തിയവർ. അപ്പൊ തോന്നി ഇത് അവർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ കേരളത്തിൽ നമുക്കും ചെയ്തു. പിന്നെ അപ്പൊ രണ്ടും കൽപ്പിച്ച് അങ്ങനെ എന്താ പറയാ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ വിറ്റ് പറക്കി. എനിക്ക് തോന്നുന്നു ഏകദേശം 8 കോടി രൂപ തോന്നുന്നു. അത് എല്ലാം കൂടെ പറക്കി നമ്മൾ ഇവിടെ ഒരു ഇ-കൊമേഴ്സ് കമ്പനി തുടങ്ങാണ് കേരളത്തിൽ. അതെ അല്ലെ, എന്തുകൊണ്ട് അവർക്ക് മാത്രമല്ല, നമുക്ക് ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തുടങ്ങി ഉള്ള പൈസക്ക് ഇൻവെസ്റ്റ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഈ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വെച്ചിരുന്ന ലാൻഡ് ബാങ്ക് വിറ്റു 8 കോടി രൂപ റൈസ് ചെയ്തു. നേരെ ആമസോണും ഫ്ലിപ്കാർട്ടും കേരളത്തിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാണ്. അതിനിട്ട പേരാണോ ഈ ജസ്റ്റ്? അതിനാണ് ജസ്റ്റ് പെയ്ഡ് എന്ന് പേരിടുന്നത്. അങ്ങനെ പേരിട്ടു. അപ്പൊ കുറച്ച് ഡിഫറെന്റ് ആവണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ കോൺസെപ്റ്റും കൂടെയും, ഒരു ഓൺലൈൻ്റെ പ്രൈസിങ്ങിന് ഓഫ്ലൈൻ പഠിക്കാം. അങ്ങനെ ഓൺലൈൻ്റെ പ്രൈസിങ്, ആമസോണിന്റെ പ്രത്യേകത ഓൺലൈനിൽ ചീപ്പ് റേറ്റ് ആണല്ലോ. അപ്പൊ എന്ത് ചെയ്തു, ആ റേറ്റിന് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അന്ന് തന്നെ പോയി പഠിക്കാം. അതിന് 19ഓളം, മൊത്തം 100 ഹൈപ്പർ മാർക്കറ്റ് ലക്ഷ്യം 19 വരെ തുടങ്ങി. പിന്നീടാണ് എൻ്റെ ഒരു മെൻറ്റർ ഉണ്ട്, പുള്ളി പറയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്ന വഴി തെറ്റാണ്, എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് ഞാൻ 18 ഒരൊറ്റ മാസം കൊണ്ട് ക്ലോസ് ചെയ്തു. പക്ഷെ അന്ന് കിട്ടിയൊരു മെസ്സേജ് ഇതായിരുന്നു കേട്ടോ, നമ്മളെപ്പോഴും വലിയ കുളത്തിലെ ചെറിയ മീനാവാൻ ശ്രമിക്കരുത്, ചെറിയ കുളത്തിലെ വലിയ മീനാണ്. അത് കിട്ടിയ വല്ലാത്തൊരു മെസ്സേജ് ആയിരുന്നു. കാരണം ഞാൻ നോക്കിയപ്പോൾ ആമസോൺ എന്ന് പറയുന്ന വേൾഡ് മാർക്കറ്റാണ്. അവിടുത്തെ ചെറിയ മീനായിട്ട് അവരോടൊപ്പം ഫൈറ്റ് ചെയ്താൽ എവിടെ എത്തില്ല. കാരണം ഞാൻ ഉറുമ്പ് ഒരു ആനയാണ്, ഇനി അവരോട് ഫൈറ്റ് ചെയ്ത് എന്നെത്താനാ. അപ്പോൾ ഒരു ത്രെട്ട് കിട്ടിയെന്നാണ്, ചെറിയ കുളത്തിലെ വലിയ മീനാണ്. അങ്ങനെയാണ് കേരളം എന്ന് പറയുന്ന ഈ ചെറിയ കുളത്തിലെ വലിയ മീൻ എന്താവാം. അങ്ങനെ പണ്ടേ തന്നെ ഒരു ആശയം മനസ്സിലുണ്ടായിരുന്നു. കാരണം സാൻഡൽവുഡിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് റിസ്ക് ആയ കാരണം വേണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നെ തോന്നി, എന്തുകൊണ്ട് റിസ്ക് എടുത്താലല്ലേ അല്ലേ, അങ്ങനെ റിസ്ക് എടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആരും കൈവെക്കാത്ത മേഖല സാൻഡൽവുഡിന്റെ ഒരു വലിയൊരു പ്രൊജക്ട് ഞങ്ങൾ വയനാട് കേന്ദ്രമാക്കിയിട്ട് ചന്ദന കൃഷി. അതെ. അങ്ങനെ വയനാട്ടിൽ പോയിട്ട് ആദ്യം ഒരു 1.5 ഏക്കർ സ്ഥലം എടുക്കുന്നു. ഈ സ്ഥലം എടുത്ത് ഏകദേശം എനിക്കൊരു 2 ആഴ്ച കൊണ്ട് മുഴുവൻ വിറ്റ് തീർന്നുള്ളതാണ്. ഈ 2 ഏക്കർ സ്ഥലവും 1.5 ഏക്കർ ആദ്യം എടുത്തത് 2 ആഴ്ച കൊണ്ട് ഇത് വിറ്റ് തീർന്നു. ഇല്ല, ചന്ദനം നട്ടിട്ടില്ല. ഞാൻ ആളോട് പറഞ്ഞു ഇതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോ കുറെ പേര് വിശ്വസിച്ച് കൂടെ നിന്നു. അവരത് അപ്പൊ തന്നെ മേടിച്ചുകൊണ്ടുപോയി. അപ്പൊ വീണ്ടും അതിനോട് കണക്ട് ചെയ്ത് വീണ്ടും ഒരു 2 ഏക്കർ സ്ഥലം 2.25 ഏക്കർ എടുത്തു. അതിന് 3.25 ഏക്കറായി. അത് 2 മാസം കൊണ്ട് വിറ്റ് കഴിഞ്ഞു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, പരിപാടി കൊള്ളാം. അപ്പോൾ കാര്യം ബോധ്യപ്പെട്ടത്, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു അവയർനെസ്സും ഇല്ല. ആൾക്കാർക്ക് അറിയില്ല. അവർക്ക് ആകെ അറിയാം, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ, ഒന്നെങ്കിൽ ആദ്യം ചെയ്തോലെ സ്ഥലം മേടിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ കുറച്ചധികം ഗോൾഡ് മേടിച്ചു വെക്കാം. പലപ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പല പല വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. ഈ വീഡിയോസിലൊക്കെ പല ആളുകളും വളരെ സങ്കടപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ കാണുന്നത്. പൈസ ഇൻവെസ്റ്റ് ചെയ്തു, ഇത്ര ഡിവിഡൻഡ് കൊടുക്കാമെന്ന് പറഞ്ഞു, ഇത്ര % മന്ത്ലി റിട്ടേൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പലപ്പോഴും സാധാരണക്കാരായ NRIs അവരുടെ പ്രവാസത്തിലെ മുഴുവൻ തുകയൊക്കെ എടുത്തിട്ടായിരിക്കും. ചിലപ്പോൾ അവരുടെ ആ ഒരു ലൈഫ് മുഴുവൻ 50 വർഷം 60 വർഷം ദുബായിലും സൗദിയിലും കിടന്ന് പണിയെടുത്ത പൈസ എടുത്തിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. ലീഗലി പോലും മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിൽ അത് കാണുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നിഷാദ് എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്നത് ഒരു സർവീസ് കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ മാർക്കറ്റിന് ഏറ്റവും വലിയൊരു വിഷമം തന്നെ, ഏറ്റവും വലിയ എന്താ പറയുക, അവർക്ക് അവരെ വിഷമമാണ് നല്ല ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റാത്തത്. ഇത് സൂക്ഷിക്കാന്ന് വെച്ചാൽ ബാങ്കിലാണെങ്കിൽ തന്നെ അതിന് കിട്ടുന്ന പെർസെൻറ്റേജ് വളരെ ചുരുക്ക എമൗണ്ടിലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജീവിച്ചു പോകാനൊക്കെ ഹൈ റിട്ടേൺ കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ. പിന്നെ കുറേ പേര് കുറേ ഈ ഫ്രോഡ് ട്രാൻസാക്ഷന് വിധേയരായിട്ടുണ്ട്.
അതായത് പലതരത്തിലുള്ള ഓൺലൈനിലും കൊണ്ട് പൈസ ഇട്ടിട്ട്. കാരണം എന്ന് വെച്ചാൽ കുറെ പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് അറിയില്ല ഇന്ന് ഭൂമിയിൽ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് മേഖലയുള്ളൂ. ഒന്ന് ഗോൾഡും ആണ്, രണ്ട് ലാൻഡും ആണ്. പക്ഷെ ഗോൾഡ് എന്ന് പറയുമ്പോൾ സ്വർണ്ണക്കട അല്ലട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സ്വർണം വാങ്ങി വീട്ടിൽ വെക്കാം. ഓക്കെ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു, ക്യാപിറ്റൽ പ്രിസർവേഷൻ എന്ന് പറഞ്ഞിട്ട്. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 1 ലക്ഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയണം. 5 കൊല്ലം കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ തരാമെന്ന് പറയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? 10 ലക്ഷം കിട്ടുമല്ലോ എന്ന് ആലോചിച്ചിട്ട് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ഈ 1 ലക്ഷം രൂപ എന്താണെന്ന് ആരും ചിന്തിക്കാറില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം സേഫ് ആണോ, എന്നിട്ട് മതി ലാഭം, അല്ലേ? അപ്പൊ ഇവിടെ ലാൻഡിലും ഗോൾഡിലും ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എപ്പോഴും സേഫ് ആണ്, ബാക്കി കിട്ടുന്നതെല്ലാം പ്രോഫിറ്റാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിന് അവയർനെസ് കൊടുത്തു. നിങ്ങൾ വന്നിട്ട് ഒരു 5 സെന്റ് ഭൂമി മേടിക്ക്, ആ ഭൂമിയിൽ ഇത്ര സാൻഡൽവുഡ് മരങ്ങളുണ്ട്, അത് നിങ്ങളും നമ്മളോട് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പോകണം. പക്ഷെ നിങ്ങൾ അങ്ങോട്ടേക്ക് വരണ്ട, എല്ലാ റിസ്ക്കും ഞങ്ങൾ ഏറ്റെടുത്തോളാം. അതായത് അതിന്റെ പ്രൊട്ടക്ഷൻ, പരിപാലനം എല്ലാം. ഇനി ഇതിന്റെ പേയ്മെന്റ് കിട്ടുക എങ്ങനെയാണ്? ഇത് മുറിക്കാൻ സമയമാകുമ്പോൾ, അന്ന് തുടങ്ങിയ സമയത്ത് മുറിക്കാൻ പാടുണ്ടായിരുന്നില്ല. ഞാൻ എന്താ ചോദിക്കാൻ വന്നത്, കാരണം ഇപ്പൊ ഈ ചന്ദനം എന്ന് പറയുന്നത് തൊടാൻ പാടില്ല, മുറിക്കാൻ പാടില്ല, മുറിച്ച് വിൽക്കാൻ പാടില്ല, മുറിച്ച് വിറ്റാൽ കേസാകുമെന്നൊക്കെ ധാരണയുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഈ ചന്ദന കൃഷി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചന്ദനമരം നട്ട് അത് വളർത്തി വലുതാക്കി വെട്ടി വിറ്റാ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആൾക്കാർ ഫ്രോഡായിട്ടല്ലേ ചിന്തിക്കുള്ളൂ. അതായത് ഇത് മുറിക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പ്രതി വർഷം ഇന്ത്യയിൽ 2000 ടൺ ചന്ദനത്തിന്റെ ആവശ്യകതയുണ്ട്. ഇത് ആവശ്യമുള്ള സമയത്ത് ഇത് വെട്ടിമുറിച്ച് പുറത്തു കൊണ്ടായാലോ? അതുകൊണ്ടാണ് ഇത് ബേൺ ചെയ്തിട്ടുള്ളത്. ഇത് എക്സ്പോർട്ടിങ് പാടില്ല, മുറിക്കാൻ പാടില്ല, കാരണം മുറിച്ച് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ആവശ്യമുള്ള ഒരു ഏറ്റവും ഡിമാൻഡുള്ള വൃക്ഷമാണ് ചന്ദനം. അതുകൊണ്ടാണ് ഈ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്, വേറെ അത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നട്ടു വളർത്തുവാണ്, നമുക്ക് നമ്മുടെ വീട്ടില് ചന്ദന കൃഷി നടത്താൻ നമുക്ക് പറ്റും തീർച്ചയായിട്ടും. പക്ഷെ ഈ ചന്ദന കൃഷി നടത്തുമ്പോൾ 2-3 കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇവന് ഉപ്പുകാറ്റ് കൊള്ളാൻ പാടില്ല. അതായത് സീ ലെവൽ, സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 700 മീറ്റർ പൊക്കുണ്ടാവണം. ഓക്കെ, അതോടൊപ്പം തന്നെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയും വേണം, നല്ല ചൂടും വേണം. അപ്പൊ ഇതിന് കേരളത്തില് പറ്റിയിട്ടുള്ള 3 ജില്ലയാണ് ഇടുക്കി, പത്തനംതിട്ട, വയനാടും. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ തമിഴ്നാട്, ആന്ധ്ര, കർണാടക, കേരളം. ഇതില് ഇടുക്കിയും പത്തനംതിട്ടയും നല്ല സ്ഥലമാണ്. പക്ഷേ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിപ്പോർട്ട് പ്രകാരം 40% റെഡ് സോൺ, ഗ്രീൻ സോണും 60% റെഡ് സോണാണ് ഇടുക്കിയും പത്തനംതിട്ടയും. അതേസമയം വയനാട് ആണെങ്കിൽ 2080 ആണ്. 20% റെഡും 80% ഗ്രീൻ സോണാണ്. അതായത് 50 വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതിക്ഷോഭം റിപ്പോർട്ട് ചെയ്യാത്ത മേഖല. ഇനി 50 വർഷത്തിന് ശേഷം ഒന്നും സംഭവിക്കില്ല എന്നാണ് റിപ്പോർട്ടുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് വണ്ടി കയറുന്നത്. അങ്ങനെ വയനാട്ടിൽ ചെന്നപ്പോൾ അവിടെ മറ്റൊരു പ്രത്യേകത, ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ്. അപ്പൊ ഇത് ശരാശരി മറയൂരൊക്കെ ആണെങ്കിൽ ഒരു ചന്ദനമരം വലുതാണ്, ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഈ മണ്ണിന്റെ വളക്കൂറും മൂലമുണ്ടല്ലോ, ശരിക്കും ഇപ്പോഴും ഞങ്ങളൊരു 2000 ഇപ്പൊ നട്ട ഒരു പ്ലാന്റ് 1200 മരമുണ്ട്. ഇതെല്ലാം ഏകദേശം 20-25 സെന്റിമീറ്റർ ആയി. 1.5 വർഷമായിട്ടില്ല. 1.5 വർഷം മുന്നേ. അതെ, അത് വളക്കൂറായിരിക്കും വിചാരിക്കുന്നു. കാരണം 5 കൊല്ലം കൊണ്ട് പ്രതീക്ഷിച്ചത് ഒരു 1.5 കൊല്ലം കൊണ്ട് കിട്ടിയെന്നുള്ളത്. അപ്പൊ നമുക്കിത് നട്ട് വളർത്തി ഗവൺമെന്റിനാണ് നമ്മളിത് മുറിച്ചു കൊടുക്കുന്നത്. അതെ, പുറത്ത് വിൽക്കാൻ പാടില്ല. പുറത്ത് വിൽക്കാൻ പാടില്ലാത്ത കാരണം ഇവിടെ നമുക്ക് തന്നെ റിക്വയർമെന്റ്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നറിയും, ഇപ്പോ ഇത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് ഓസ്ട്രേലിയക്കാരാണ്. ഈ ഓസ്ട്രേലിയക്കാര് നമ്മുടെ ഈ ചന്ദനത്തിന്റെ ഉത്ഭവം എന്താണെന്നറിയോ? മറയൂരിന്നാണ്. അറിയാലോ, നമ്മുടെ കേരളത്തിലെ മറയൂരിന്നാണ് ഇതിന്റെ ഉത്ഭവം. അപ്പൊ ഇന്ന് മറയൂർ കാടുകളിൽ 57,000 ചന്ദന മരങ്ങളുണ്ട്. അതുകൂടാതെ 5,000 അമ്മവൃക്ഷങ്ങളുണ്ട്, 100 വയസ്സിന് മേലെ പ്രായമായത്. ഇതിന്റെ സീഡ് കൊണ്ടുപോയിട്ട് ഓസ്ട്രേലിയക്കാർ അവിടെ സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യും, ഇന്ത്യൻ സാൻഡൽവുഡ് എന്ന് പറഞ്ഞിട്ട് ലോക എല്ലായിടത്തും അവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഇന്ത്യ വരെ വാങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവര് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അതെ, നമുക്ക് പറ്റിയ അപ്പോഴാണ് ചിന്തിച്ചത് വൈ, അല്ലെ? വീണ്ടും അടുത്തൊരു വൈ വന്നു, അല്ലെ? അങ്ങനെയാണ് നമ്മളിത് ഓൾറെഡി ഇവിടെ വന്നിട്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത് തുടങ്ങുന്നതിലൂടെ കേരളത്തിലെ ഈ ചെറിയ കുളത്തിലെ വലിയ മീനാവാൻ പറ്റുമെന്ന് മനസ്സിലായി. അത് ഏകദേശം
ആയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ സക്സസ് ആക്കിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ. അപ്പോൾ ഇപ്പൊ നിഷാദക്ക പറയുന്നത്, നമ്മളിപ്പോ എന്റെ വീട്ടിൽ ചന്ദനം നടുവാണെങ്കിൽ അത് ഗവൺമെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് പൈസ കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്? അതായത് 8 ലക്ഷം രൂപ ഒരു മരത്തിന് കിട്ടണം. 200 കിലോ മരത്തിന് 8 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ 20 മരമുണ്ടെങ്കിൽ 1,60,00,000 രൂപ കിട്ടും. ഓക്കെ, പക്ഷേ ഇതിന്റെ ഗ്രോത്ത് ഓരോ 6 മന്ത് കൂടുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ 5 കോടി രൂപ കിട്ടും. അതാണ് 25 ലക്ഷം രൂപ മരത്തിന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ 2 മാസത്തിന് മുന്നേ ഒരു ചേഞ്ച് ലോക്ക് വന്നിട്ടുണ്ട്. അതെന്തായിരുന്നു ആ ഒരു? അതായത് മരങ്ങൾ സ്വയമേവ നട്ടു വളർത്തുന്ന മരങ്ങൾ മുറിക്കാം, പുതിയ നിയമം വന്നത്. അത് വനമന്ത്രി ശശീന്ദ്രൻ സാർ ഇത് അനൗൺസ് ചെയ്തു, അപ്രൂവ് ചെയ്തിട്ടുണ്ട്, വീഡിയോന്റെ അടുത്തുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് നേരെ വയനാടേക്ക് വരികയാണ്. വയനാട്ടിലാണ് ആ ഒരു സുന്ദരമായ ഒരു എന്താ പറഞ്ഞത്, കേരളത്തിന്റെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ വലിയൊരു മുന്തിരിത്തോപ്പിന് പകരം ഒരു ചന്ദനത്തോപ്പ് ഉണ്ടാക്കിയേക്കാണ്. പക്ഷെ ഈ ചന്ദനത്തോപ്പിനുള്ളിൽ കുറെ റിസോർട്ടുകൾ, അല്ലെ, റിസോർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, കുറെ സസ്റ്റൈനബിൾ ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറെ പ്ലാറ്റ്ഫോമുകൾ. എന്തായിരുന്നു ആ ഒരു കോൺസെപ്റ്റ്? യെസ്, അതൊരു നല്ലൊരു ആശയം. അതായത് നിങ്ങൾക്ക് അറിയുന്ന ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ എത്ര ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു? ഇപ്പൊ എത്ര ഉണ്ട്? ക്രമാതീതമായിട്ട് ഒരുപാട് ഹോസ്പിറ്റൽ. എന്തുകൊണ്ടായിരിക്കും അത്? ഹെൽത്തിന്റെ പ്രശ്നമുള്ളത്, ഹെൽത്തിന്റെ അസുഖങ്ങൾ കൂടിയതുകൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ട് അസുഖങ്ങൾ കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യൻ പഞ്ചമഹാഭൂതങ്ങളെ നിർമ്മിതമാണ്. അറിയാം എന്തൊക്കെയാണെന്നുള്ളത്? അഗ്നി, വെള്ളം, ആകാശം, വായു. അതായത് ആകാശം, ഭൂമി, അഗ്നി, ജലം, വായു. ഈ 5 എണ്ണമാണ്. ഇത് ഒരു മനുഷ്യന് ക്രമാതീതമായിട്ട് പെർസെൻറ്റേജ് പറയുന്നുണ്ട്. ഇത്ര പെർസെൻറ്റേജ് ലെവലിൽ ഓരോരുത്തർക്കും ഇത് കിട്ടിയെങ്കിൽ മാത്രമേ അസുഖങ്ങൾ വരാതിരിക്കുള്ളൂ. എക്സാമ്പിൾ, ഒരു ഡോക്ടർ എടുത്ത് പനി പിടിച്ചത് ഡോക്ടർ എന്താ പറയുന്നറിയോ? ടാബ്ലറ്റും കഴിക്കണം, വെള്ളം കുടിക്കണം എന്ന് പറയും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശരാശരി മനുഷ്യന് 3 മുതൽ 4 ലിറ്റർ വരെ കുടിക്കേണ്ടതുണ്ട് ഡെയിലി. അപ്പൊ ഇത് നമുക്ക് കുടിക്കാത്തതിന്റെ പേരിലാണ് അസുഖം വരുന്നത്. മാറണമെങ്കിൽ വെള്ളം കുടിക്കണം, ടാബ്ലറ്റ് കഴിച്ചാൽ പോരാ, വെള്ളം കുടിക്കണം. 2, നമ്മൾ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതിരോധ ശേഷിയുണ്ട്. അത് നമ്മൾ എത്ര നാളെ ഭൂമി ടച്ച് ചെയ്തിട്ട് എന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം എന്താണ്, പുറത്ത് പോകുമ്പോൾ ഒരു ചെരുപ്പ്, വീട്ടിൽ കയറുമ്പോൾ ഒരു ചെരുപ്പ്, ബാത്റൂമിലേക്ക് വേറെ ചെരുപ്പ്, അല്ലേ? ഭൂമിയുമായിട്ടുള്ള ബന്ധം നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. പിന്നെ ആകാശത്ത് കിട്ടുന്ന വിറ്റാമിൻ ഡി, സൺബാത്ത്, അല്ലേ? ഇപ്പം നമുക്കറിയാം, ഇപ്പൊ കോവളത്തൊക്കെ ഒരുപാട് വിദേശീയരവിടെ വന്നിട്ട് വെയിലത്ത് കിടക്കുന്നുണ്ട്, വട്ടാന്ന് പറയും, അല്ലേ? അപ്പൊ ഞങ്ങൾ തമാശ രൂപേണ ചോദിക്കാറുണ്ട്, വിദേശികള് കോവളത്ത് വരുന്നത് വിറ്റാമിൻ ഡി കിട്ടാനാ, പക്ഷെ കേരളീയര് കോവളത്ത് കൊണ്ട് എന്തിനാ? ഇവരെ കാണാനാ, അല്ലാണ്ട് അവർക്ക് സൺബാത്തിന് വേണ്ടിയിട്ടല്ല. അപ്പൊ അത്രത്തോളം നമ്മുടെ ആളുകൾ അതിനെ കുറിച്ചിട്ട് എന്തില്ല, അവെയറല്ല. അപ്പൊ അവർക്കറിയാം അതിനെ കുറിച്ചൊക്കെ. അപ്പോ ഇതിങ്ങനെ നമുക്ക് പറയുമ്പോൾ 5 ഈ പഞ്ചമഹാഭൂതങ്ങൾ ഡിസ്കണക്റ്റ് ആയി. അപ്പൊ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്തായാലും എല്ലാവർക്കും തിരക്കല്ലേ, നിങ്ങൾ പോണവരെ പൊക്കോ, പക്ഷേ വർഷത്തില് 1 മാസം നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്, അവിടെ റൂഫ് ടോപ്പിൽ കംപ്ലീറ്റ് ഗ്രാസ് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു മുൾവശം കവർ ചെയ്തേക്കാണ്. പിന്നെ റൂഫ് ബോട്ടം ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് മഡ് പാക്ക് ചെയ്തേക്കാണ്. പിന്നെ ഇൻസൈഡിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഇതൊക്കെ ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യാനും ആരോഗ്യത്തെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇതെല്ലാം തന്നെ. പിന്നെ അത് കൂടാണ്ട് 1460 ചന്ദന മരങ്ങൾക്കിടയിലാണ് ഈ റിസോർട്ടുകൾ സ്ഥിതി ചെയ്യണത്. ഓക്കെ, അതുകൂടാണ്ട് ഗ്ലാമർ കൂട്ടാൻ വേണ്ടിയിട്ട് അരോമ തെറാപ്പി, എനിക്ക് തോന്നുന്നു എവിടെ ഇല്ല തോന്നുന്നുണ്ട്. പിന്നെ സ്പാ, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് പാർട്ടി ഹാൾ, കുറെ സംഭവങ്ങൾ വേറെ ഉണ്ട്. പിന്നെ ആകാശത്ത് നിന്ന് കിട്ടുന്ന മറ്റൊന്നാണ് നമ്മൾ മെഡിറ്റേഷൻ ജിം കിട്ടുന്ന എനർജി ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള സജ്ജീകരണം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി മാത്രമല്ല, അവിടെ താമസിക്കുമ്പോൾ അവിടെ വിഷം കഴിക്കണ്ട. നമ്മൾ 12 മാസം ഒരു കൊല്ലത്തിൽ നമ്മൾ പച്ചക്കറി കഴിക്കുമ്പോൾ വിഷകത്ത്, അല്ലെ? അറിയാലോ, പച്ചക്കറിയിൽ ഒരുപാട് വിഷമുണ്ട്, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് 7 ഏക്കറിൽ അവിടേക്കുള്ള പച്ചക്കറി, ഫ്രൂട്ട്സ്, എഗ്ഗ്, ചിക്കൻ, ഫിഷ്, ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടാക്കണം, ഓർഗാനിക് ആണ്. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാൽ ഈവൻ നെല്ല് വരെ. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് 1 മാസം നല്ല ഭക്ഷണം കഴിക്കുന്നു. എന്തായി, ഒഴിച്ചില് വീഴ്ചില് ഇതൊക്കെ കഴിയുമ്പോൾ എന്തായി, ഒരു നല്ല ഇപ്പൊ കൊറോണ സമയത്ത് ഒരുപാട് പേര് മരിച്ചത് ഓക്സിജന്റെ അഭാവം കൊണ്ടാണ്. അപ്പൊ എന്താ, ഇവിടെ ഫ്രഷ് എനർജി കിട്ടുന്നു ചന്ദനമരത്തിന്റെ. അതുകൊണ്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള സസ്യമാണ് ചന്ദനം. പണ്ടത്തെ ആളുകൾ പറയും, നമ്മൾ താമസിക്കുന്ന വീടിന്റെ കോമ്പൗണ്ടിൽ ഒരു മരം ഉണ്ടെങ്കിൽ പോലും അസുഖങ്ങൾ വരില്ല.
അന്നത്തെ വിശ്വാസം അതായിരുന്നു. ഇത് 1460 മരങ്ങളുടെ ഇടയിൽ ചന്ദനമരങ്ങളുടെ ഇടയിൽ താമസിക്കുമ്പോൾ അത്രയും ഓക്സിജന്റെ പ്യൂരിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു മാസം താമസിച്ച് പോരുമ്പോ എന്തായി, നമ്മളൊന്ന് എല്ലാം നമ്മുടെ സെൽസ് ഒക്കെ ഒന്നോടെ പുതുതായിട്ട് വന്നു. 2 കൊല്ലം വരെ ബാക്കിലോട്ട് പോവാം അല്ലെ? അതെ, അത്രത്തോളം എനർജറ്റിക് ആയിരിക്കും എന്നാണ് ഡോക്ടേഴ്സ് തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് എങ്ങനെ ഒരു ബിസിനസ് മോഡലാക്കി? കാരണം നമ്മൾ സ്ഥലം ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്നു, അത് മുറിച്ച് 5 സെന്റ് വീതം കൊടുത്തിരിക്കുന്നു, അതിനകത്ത് ചന്ദനം നട്ടിരിക്കുന്നു. അടുത്ത 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ അവരൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ അതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു, അവർക്ക് ലെഗസി ആയിട്ട് അവരുടെ മക്കൾക്ക് കൊടുക്കാൻ പാകത്തിന്. അപ്പൊ ഇതിനുള്ളിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു ബിസിനസ് മോഡലാക്കി. അതായത് ഇപ്പോ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 95 ലക്ഷം രൂപയാണ്. ഈ 95 lakh rupees നിങ്ങൾ വാങ്ങിയിട്ട് എന്ത് ചെയ്യാം? വർഷത്തില് നിങ്ങൾ 1 മാസം താമസിച്ചോ, ബാക്കി 11 ദിവസം എന്ത് ചെയ്യും? 11 മാസം ഇത് ഞങ്ങൾ തന്നെ റെന്റ് ഔട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഹെൽത്ത് കിട്ടി, ബാക്കി 11 മാസം വെൽത്ത് കിട്ടുകയാണ്. അപ്പൊ ഇത് പെർ ഡേ 20,000 rupees-ാണ് 2026 ഞങ്ങൾ റെന്റ് ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏകദേശം 6 ലക്ഷം രൂപയാണ് ഇതിന് ടോട്ടൽ റെന്റ് ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റവന്യൂ. ഇതിൽ നിന്ന് 20% ഞങ്ങൾ മാനേജ്മെന്റിന്റെ സർവീസ് ചാർജ് എടുക്കും. പിന്നെ അവിടുത്തെ എക്സ്പെൻസ് എല്ലാം കഴിച്ച് ആവറേജ് ഒരു 3 to 4 lakh rupees ഉണ്ടാവും. അപ്പം എന്തായി, ഇൻവെസ്റ്റ് ചെയ്തൊരാൾക്ക് ഹൈ റിട്ടേൺ കിട്ടി. അപ്പം ഞങ്ങൾ പറയണത് ഇതൊരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് എന്ത് കിട്ടും? 3 ടൈപ്പ് ലിങ്കാണ്. ഒന്ന് റെന്റൽ ഇൻകം, എവറി മന്ത് നമുക്ക് റെന്റൽ ഇൻകം കിട്ടണം. പിന്നെ 10 to 15 ഇയറിനുള്ളിൽ കൾട്ടിവേഷൻ ഇൻകം. ഈ സാൻഡൽവുഡ് അതിൽ 16 ഉണ്ട്, അത് മുറിച്ച് ഗവൺമെന്റിന് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ് കൾട്ടിവേഷൻ, അഗ്രികൾച്ചർ ഇൻകം. മറ്റൊന്നാണ് റിയൽ എസ്റ്റേറ്റ് ഇൻകം. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ, അതായത് ഇങ്ങനെ പറയുന്നുണ്ട്, ഭൂമിയുടെ വില ഓരോ 10 വർഷം കൂടുമ്പോഴും ഡബിൾ ആയിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ അടുത്തൊരു 10 കൊല്ലം ഒരു പക്ഷേ അതിനേക്കാളും ഇരട്ടിക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൽ പറയണത് കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനം 96 ലക്ഷം ഏക്കറാണ് ടോട്ടൽ ഇതിന് വിസ്തീർണം. ഇനി കേരളത്തിൽ വിൽക്കാനായിട്ട് വെറും 10 ലക്ഷം ഏക്കർ മാത്രമേ ബാക്കിയുള്ളൂ. മനസ്സിലായി? അപ്പോൾ ഇവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുക, ഭൂമി കൂടുന്നുണ്ട്, ഭൂമി കൂടുന്നില്ല അല്ലേ? ഇപ്പൊ നമുക്കറിയാം, ചൈനയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാര് ജനസംഖ്യയുടെ കാര്യത്തിൽ പൊളിയാ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എന്താണ്, ജനസംഖ്യ കൂടും പക്ഷെ ഭൂമി കൂടുന്നില്ല. അപ്പൊ ഈ 10 കൊല്ലത്തിനുള്ളിൽ ഇവിടെ ഇന്ന് സെന്റും ഏക്കറുമായിട്ട് വാങ്ങുന്ന ഭൂമികൾ സ്ക്വയർ ഫീറ്റിലേക്ക് മാറും. ഇപ്പൊ തന്നെ കൊച്ചിയിലൊക്കെ സ്ക്വയർ ഫീറ്റായി, ബാംഗ്ലൂര്, ബോംബെ, UP ഇവിടെയൊക്കെ സ്ക്വയർ ഫീറ്റായി. അപ്പൊ ഇത് മാറുമ്പോൾ എന്താ ഗുണം? ഇപ്പൊ 5 സെന്റ് വാങ്ങിയ ഒരാൾക്ക് അത് 2200 സ്ക്വയർ ഫീറ്റ് ആക്കി വിൽക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ എന്ത് കിട്ടി? ഇപ്പൊ വാങ്ങിയ ആൾക്ക് ഡബിളോ ത്രിബിളോ റേറ്റിൽ അത് വിൽക്കാൻ പറ്റും വേണമെങ്കിൽ. ഞങ്ങൾ പറയാറ് ഇതൊരു പൊന്മുട്ടിടുന്ന താറാവാണെന്നാ പറയാം. പൊന്മുട്ടിടുന്ന താറാവിനെ കൊല്ലാൻ പാടില്ല, തൊടാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? ആ പൊന്മുട്ടിടുന്ന താറാവിനെ മുട്ട വിറ്റ് ജീവിക്കാനാ പറയാറുള്ളൂ. എപ്പോഴും നമ്മൾ അങ്ങനെ വേണ്ടത്. എപ്പോഴും താറാവിനെ കൊന്നല്ല ജീവിക്കേണ്ടത്, താറാവിനെ വളർത്തുക, സംരക്ഷിക്കുക, അതിന് മുട്ട വിറ്റ് നമുക്ക് ജീവിക്കണം. അതാണ് ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ പറഞ്ഞത്. ഈ പുതുതായിട്ട് വന്ന കുട്ടികൾ പലപ്പോഴും ബിസിനസ് ചെയ്തിട്ട് തോറ്റുപോകുന്ന നമ്മൾ കാണാറുണ്ട്. ഭയങ്കരമായിട്ട് ഹൈപ്പിൽ വരുമ്പോൾ തന്നെ അവർക്കൊരു നല്ലൊരു വണ്ടി ഉണ്ടാകും, എല്ലാം നല്ല സ്മൂത്ത് ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ വിത്തിൻ ഒരു 1 year ഇവർ വാനിഷായി പോവാണ്, നമ്മൾ ഇവരെ കാണുന്നില്ല. പിന്നീട് നമ്മൾ കേൾക്കുന്നത് അപ്പൊ അതിന് ഇത്ര രൂപ കടം വന്നിട്ടോ, അല്ലെങ്കിൽ ആ കൊച്ചു ബിസിനസ് ചെയ്തിട്ട് സെറ്റായില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ കേൾക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള തോൽവികൾ സംഭവിക്കുന്നത്? അതിൽ പ്രധാനപ്പെട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ലക്ഷ്യം പൈസ ഉണ്ടാക്കുന്നത് തന്നെയാണ്, സമ്പന്നനാവാനാണ്. ഇതിന് 5 സ്റ്റെപ്പ് ഉണ്ട്. ഈ സമ്പന്നനാവാൻ വേണ്ടി 5 സ്റ്റെപ്പ് കയറി പോവേണ്ടതുണ്ട്. അപ്പൊ ചില പിള്ളേർ എന്ത് ചെയ്യും, സ്റ്റെപ്പ് നമ്പർ 1 ഉം 2 ഉം നേരെ 3rd കയറും. ഇത് 1ാമത്തെ സ്റ്റെപ്പിൽ ചവിട്ടിയിട്ട് വേണം 2ാമത്തെ സ്റ്റെപ്പിൽ കയറാനായിട്ട്. ഇത് മിക്കവരും കാണാറില്ല. അപ്പൊ ഇതിൽ പറയണത്, ഒരു കരിയർ തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ സ്റ്റെപ്പിൽ കയറുമ്പോൾ ഒരു എംപ്ലോയി ആയിട്ട്, ഏത് വലിയ കോടീശ്വരന്റെ മോനായാലും ശരി, എംപ്ലോയി ആയിട്ട് വേണം തുടങ്ങാനായിട്ട്. അതായത് 2 to 3 year ഒരു എംപ്ലോയി ആയിട്ട് ശമ്പളം മേടിക്കുക. ഇങ്ങനെ പറയാ, നമ്മളെ സമയം വിറ്റുകൊണ്ട് പൈസ മേടിക്കാന്ന് പറയും. ഓക്കെ. അപ്പൊ നമുക്ക് എന്തൊരു നല്ല ഡിസിപ്ലിൻ കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും ഒരു മുതലാളിയുടെ കീഴിൽ നിന്നിട്ട്. ഓക്കെ. അത് കഴിയുമ്പോൾ 2ാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കും. ഈ 2ാമത്തെ സ്റ്റെപ്പിലാണ് മിക്ക ആൾക്കാരും പരാജയപ്പെട്ട് പോണത്. അവിടെ നമ്മൾ സർവീസാണ് വിൽക്കുന്നത്. ഈ സർവീസ് വിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം അങ്ങോട്ട് സെറ്റാക്കാന്ന് വിചാരിച്ച് പല രീതിയിലും അവിടെ നിന്ന് മേടിച്ച് ഇവിടുന്ന് റോൾ ചെയ്യും. അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഇവർ ചെയ്യാതെ ഒറ്റയടിക്ക് അടുത്ത സ്റ്റെപ്പിൽ കിടക്കും. അപ്പോൾ എൻ്റെ അങ്ങനെ തന്നെ ഞാൻ ആദ്യം ചെയ്തത് ഏകദേശം 3 വർഷം
ഓഫീസ് സ്റ്റാഫിൻ്റെ കൂടെ എഞ്ചിനീയറാണ്, എന്നിട്ടും അവനെ 3 കൊല്ലം ഓഫീസ് സ്റ്റാഫിൻ്റെ കൂടെ 10,000 റുപ്പീസിന് ശമ്പളക്കാരനാക്കിയാണ്. എന്നിട്ട് അവരോടൊപ്പം നമ്മൾ എല്ലാ സ്ട്രിക്റ്റും അവനും കൊടുത്തു. 9 മണിക്ക് പഞ്ച് ചെയ്തോളണം, 5:30 പോകാൻ പാടുള്ളൂ, കറക്റ്റ് സ്റ്റാഫ്. ഓക്കെ, എന്തോ കാര്യത്തിന് പ്രശ്നം ഞാൻ ഒരു പ്രാവശ്യം ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മകനാണെന്നുള്ള കൺസിഡറേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അല്ല, ഓഫീസിൽ അവരുടെ പറഞ്ഞിട്ടുണ്ട്, ഓഫീസിൽ വരുമ്പോൾ നീ മകനല്ല, വീട്ടിൽ വരുമ്പോൾ നീ മകൻ, ഓഫീസിൽ വരുമ്പോൾ നീ ഓഫീസ് സ്റ്റാഫ് ആയിരിക്കും. പക്ഷെ അന്ന് അത് കാരണം ഇന്നവൻ കമ്പനിയുടെ CEO ആണ്. നല്ല രീതിയിൽ കമ്പനി അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യും. കറക്റ്റ്. ഇപ്പൊ നമ്മൾ എത്ര ഏക്കറിൽ നമ്മൾ ചെയ്യുന്നുണ്ട്? ഇപ്പോഴത്തെ ഈ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്ന് പറയുന്നത് 8, 7, 15 ഏക്കറിലാണ് വരുന്നത്. ഓക്കെ, എത്ര അപ്പാർട്ട്മെന്റ്സ്, ഐ മീൻ എത്ര റിസോർട്ട്സ്? ഞങ്ങൾ ടോട്ടൽ 90 പ്ലാൻ ചെയ്ത് തുടങ്ങിയത്. പക്ഷെ ഈ 90 ഓൾറെഡി സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ എക്സ്ട്രാ 3 ഏക്കർ കൊണ്ട് എടുത്തു. ഇനിയിപ്പോ അതിൽ 40 കൂടെ വരുന്നുണ്ട്. ഇനാഗുറേഷൻ കഴിഞ്ഞ് ആൾക്കാർ വന്നു തുടങ്ങിയോ? ഇല്ല, ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ വെറുതെ വന്ന് താമസിക്കാൻ കൊടുത്തിട്ടുണ്ട്, ട്രയൽ അടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ജനുവരിയിലാണ് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അടിപൊളി. അത് ഒരു വ്യത്യസ്തമായ കോൺസെപ്റ്റ്, വ്യത്യസ്തമായ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. നമ്മളെപ്പോഴും കാണാറുണ്ട് ജ്വല്ലറിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ പലപ്പോഴും എല്ലാവരും കൂടെ ചേർന്നിട്ട് കടമുറികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ സ്ഥലത്ത് തന്നെ നമുക്ക് 3 രീതിയിലുള്ള ഇൻകം സോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ പറയുന്ന വെച്ചാലേ നമ്മുടെ എല്ലാവരും ബ്രെയിനിൽ 4 തിങ്കിങ് മസിൽ ഉണ്ടെന്നാ പറയണത്. അതില് എല്ലാവരും 2 മസിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതിൽ ഒന്നാമത്തെ മസിലാണ് ഓപ്പറേഷൻസ് മസിൽ എന്ന് പറയും. ഓക്കെ, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടോ, ഇപ്പൊ നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഓപ്പറേഷൻ മസിലിന്റെ പണിയാണ്. അതിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, അത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യും, ആ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മസിൽ. ഇനി മൂന്നാമത്തെ ഒരു മസിലാണ് ഇന്നോവേഷൻ മസിൽ എന്ന് പറയും. പുതിയത് അല്ലെ, എന്നെ കൊണ്ട് പുതിയത് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെയാണ് പണ്ട് എഡിസണും പിന്നെ അവരെ കണ്ടുപിടിച്ച്. പക്ഷെ അവരൊക്കെ ഇന്നോവേഷൻ മസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും എന്തില്ല, ഇന്നോവേഷൻ മസിൽ വർക്ക് ചെയ്തില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ മൂന്നാമത്തെ മസിലുകൊണ്ട് വർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖല അധികം ഗ്രോ ചെയ്യാണ്ട് കിടക്കായിരുന്നു. അഗ്രികൾച്ചർ ഫ്ലോപ്പാ, ടൂറിസം അതിനേക്കാളും മോശം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, റിയൽ എസ്റ്റേറ്റിനെ അതന്നെ റിയൽ എസ്റ്റേറ്റിനെയും അതോടൊപ്പം തന്നെ അഗ്രികൾച്ചറിനെയും ടൂറിസത്തിനോട് ബ്ലെൻഡ് ചെയ്തപ്പോ എന്തായി, അത് വലിയൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇത്രയും പ്രൊജക്റ്റുകൾ ഇപ്പൊ 90 ഓൾറെഡി നമ്മൾ സെറ്റ് ആക്കി, എഗെയിൻ 40 കൂടി വരികയാണ്. അപ്പം കുറെ കൂടി ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ നിഷാദക്കൊക്കെ എന്താ തോന്നാറുള്ളത്? അതായത് ഇപ്പോ 2 തരത്തിലാണ്. ഒന്ന്, നമുക്ക് ഒരു മനുഷ്യന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ കേരളത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 95 ഏജ് ആണ് ഇപ്പൊ നിൽക്കുന്നത്. അറിയാനെ കുറിച്ച് പല ഡോക്ടർമാരും പറയുന്നുണ്ട് അല്ലെ, 95ലേക്ക് എത്തി മനുഷ്യന്റെ ലൈഫ് സ്പാൻ. കാരണം നമ്മുടെ മെഡിറ്റേഷൻസും അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള അത്യാധുനികമായ കാര്യങ്ങൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ചിട്ട് അതെ, സയൻസിന്റെ പുരോഗതി തന്നെയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ജനിച്ചിട്ട് 25 വയസ്സ് വരെ നമ്മൾ ആരെ നോക്കി വളർത്തിയ പേരൻസ് ആണ്. പിന്നെ 25 വയസ്സ് തുടങ്ങി 60 വയസ്സ് വരെ നമ്മുടെ സുവർണ്ണ കാലഘട്ടം, കുതിരശക്തി എന്നൊക്കെ പറയും അല്ലെ. ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യേണ്ട വർഷങ്ങളാണ് 35 കൊല്ലം. അന്ന് ആരോഗ്യമുണ്ട്, എനർജി ഉണ്ട്, നമ്മളെ ഓക്കെയാണ്. 60 ആണ് കഴിയുമ്പോഴോ പിന്നെ കിടക്കുക 35 കൊല്ലം. പിന്നെയും കിടക്കുക 35 കൊല്ലം. അപ്പൊ ഈ 35 എന്തില്ല, ആരോഗ്യമില്ല, വരുമാനമില്ല, നമ്മളാർക്കും വേണ്ടാത്ത രീതിയിൽ നമ്മൾ എത്തിപ്പെടാണ്. അപ്പോഴൊരു ചോദ്യം, ഈ 35 കൊല്ലം ആരോഗ്യമുണ്ട്, 35 കൊല്ലം ആരോഗ്യമില്ല. അപ്പൊ ഈ ആരോഗ്യമുള്ള സമയത്ത് പകുതി പൈസ ഉണ്ടാക്കുന്നത് മാറ്റി വെച്ചാലേ ആരോഗ്യമില്ലാത്ത സമയത്ത് ജീവിക്കാൻ പറ്റും. പക്ഷെ ഞാൻ പലരോടും ചോദിച്ചപ്പോൾ ഇവരാരും മാറ്റി വെച്ചിട്ടില്ല, ഇവർക്ക് അറിയില്ല അതിനെ കുറിച്ച്. അപ്പൊ തോന്നി എന്തുകൊണ്ട് ഇവർക്ക് ഇത് അവയർനെസ് കൊടുത്തിട്ട് ഇവർക്ക് നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ഒരു മാർഗം പറഞ്ഞു കൊടുത്തുകൂടാ. ആ ചിന്തയാണ് ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഇപ്പൊ ഇക്ക വളരെയധികം സന്തോഷം. കാരണം മലയാളികൾക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, എവിടെയാണ്, എങ്ങനെയാണെന്ന് അറിയാതെ കിടന്നൊരു മേഖലയാണ്. അല്ലെങ്കിൽ ഈ പണം, എനിക്ക് ആ ഇക്കടെ 3 കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു. 3M: മേക്ക് മോർ മണി, മാനേജ് മണി, മൾട്ടിപ്പിൾ മണി. ടാൻജിബിൾ ആയിട്ടൊരു അസറ്റിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലാതെ മുട്ട വിറ്റ് അങ്ങനെ ജീവിക്കാം. എനിക്ക് ആ ടേംസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് ചെയ്യുന്ന ആ ഒരു സർവീസ് അത് വളരെ സൂപ്പറാണ്. ഫ്യൂച്ചറിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഈ സ്പാർക്കിൻ്റെ വേദിയിൽ വന്നിരിക്കണം. 25 വർഷത്തെ യാത്ര ഒരു 5 വർഷമൂടെ കഴിയുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് ആ സമയത്ത് ഒന്നുകൂടെ കാണണം. ഒന്നുകൂടി നമുക്ക്
ഈ 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പൊ അതുവരെയുള്ള യാത്രയിൽ ഞങ്ങളും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വളരാനിലേക്ക്. തീർച്ചയായിട്ടും. ഓക്കെ. ഇന്ന് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഒരു വ്യക്തിയുടെ 25 വർഷത്തെ ജീവിതം അദ്ദേഹം നമ്മുടെ മുന്നിൽ പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ എനിക്ക് നിങ്ങളോട് ഒന്നോടെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ് ഹൗ ടു മേക്ക് മോർ മണി, ഹൗ ടു മാനേജ് മണി, ഹൗ ടു മൾട്ടിപ്പിൾ മണി. ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്താൽ ഒരു ഓൺട്രപ്രണർക്ക് എത്രത്തോളം ഫണ്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് അവരുടെ ആ ഒരു വിഷനെ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഒരു ചെറിയ എക്സാമ്പിളാണ് അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ. ഈ ഒരു ഇന്റർവ്യൂവിൽ നിന്നും ഈ ഒരു 3 കാര്യങ്ങൾ ജീവിതത്തിൽ എടുത്ത് അതൊരു പാഠമാക്കി ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്കും ഈ മേക്ക് മോർ മണി, മേക്ക് മൾട്ടിപ്പിൾ മണി എന്ന് പറയുന്ന കാര്യത്തെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു സംരംഭകനായിട്ട് വരുന്നോടം വരെ നന്ദി, നമസ്കാരം.